Hi dears, welcome to Aadish Creations. We have a beautiful jewellery set. We have a clay എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ. രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ clay വെച്ചിട്ടുള്ള jewellery നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണേ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ ഈ ഒരു മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ മോൾഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജ്വല്ലറി സെറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. രണ്ട് കൈ വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു നൈഫിൻ്റെ സൈഡ് വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാവേ. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ ലീഫിൻ്റെ വെയിൻ പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. ഇത് നമുക്ക് ജിമിക്ക് ചെയ്ത് കൊടുക്കാം. ജിമിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു റൗണ്ടാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾ ചെയ്ത് കൊടുക്കുക. ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ നൈഫ് യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് അതിലേക്ക് നല്ലതായിട്ടൊന്ന് ഹോൾ ഇട്ടിട്ട് നമുക്കൊന്ന് അത് ഫിനിഷ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത് കഴിയുമ്പോൾ മുകളിൽ നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ക്രാക്കുകൾ പോലെ ഉണ്ടാവുമേ. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡ് എഡ്ജസ് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4 സൈഡിലേക്ക് ഞാൻ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ ടൂൾ എടുക്കുക. ടൂൾ എടുത്തിട്ട് അതിലേക്കൊന്ന് ആ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ലീഫ് ആദ്യം നമ്മൾ ചെയ്തില്ലേ, നമുക്ക് ലീഫിൻ്റെ വെയിനൊക്കെ കൊടുത്തില്ലേ, അതുപോലെ നമുക്ക് ഇതിലും കൊടുക്കണം കേട്ടോ. സെൻറ്ററിൽ നിന്ന് ലൈൻ വരച്ചിട്ട് ചെയ്താൽ മതി. താഴെ നമുക്ക് സ്റ്റിക്ക് ബീഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ബ്ലാക്ക് കളറൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗോൾഡൻ കളർ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലീഫ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന് ഗോൾഡൻ കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ മുകളിലത്തെ ഭാഗത്തായിട്ട് നമുക്ക് ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം വേണം അടുത്ത കളർ നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ഡാർക്ക് ഗ്രീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലീഫിൽ, നമ്മുടെ ജിമിക്കിയിൽ നമുക്ക് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ആദ്യം ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിയുള്ള സൈഡിലൊക്കെ നമുക്ക് ഗോൾഡൻ കളറും ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ബീഡിനും ഗോൾഡൻ കളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഓരോ ലീഫിൻ്റെയും ഇടയിലായിട്ട് ഗോൾഡൻ ബീഡ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.